വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഗുണഫലങ്ങൾ തലസ്ഥാന ജില്ലയിൽ തന്നെ ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ലോജിസ്റ്റിക് യൂണിറ്റുകൾ പോലുള്ള സംരംഭങ്ങളുമാണ് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡാണ് ഇതിൻ്റെ ചുമതല. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി നിരവധി കമ്പനികളാണ് ലോജിസ്റ്റിക്സ് പോലുള്ള യൂണിറ്റുകളും വ്യവസായങ്ങളും സ്ഥാപിക്കാൻ തലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ആവശ്യമായ ഭൂമി ഒരു വെല്ലുവിളിയായി തുടരുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് തമിഴ്നാട് സർക്കാർ അതിർത്തിയോട് ചേർന്ന് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ആരംഭിച്ചത്. തമിഴ്നാട് സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ കോർപ്പറേഷൻ ഓഫ് തമിഴ്നാട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിലാണ് വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തുടങ്ങിയത്. വ്യവസായങ്ങൾക്കും മറ്റുമായി ഭൂമി ഏറ്റെടുത്ത് നൽകാൻ കേരള സർക്കാരിനെ കമ്പനികൾ സമീപിച്ചെങ്കിലും തണുപ്പൻ പ്രതികരണമാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് തമിഴ്നാട് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയായിരുന്നു. കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിൽ ഏക്കർ കണക്കിന് ഭൂമി അവർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത് സംസ്ഥാനത്തിന് ദോഷം ചെയ്യുമെന്ന് കേരളം മനസ്സിലാക്കിയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചറുകൾ സ്ഥാപിക്കുന്നത്. തുറമുഖ പദ്ധതിയുടെ ഭാഗമായി ലോജിസ്റ്റിക് ടൗൺഷിപ്പിൻ്റെ വികസനം നിലവിൽ പരിഗണനയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. അതിനാലാണ് ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചറുകൾ സ്ഥാപിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെ വൻകിട കയറ്റിറക്കുമതി തുറമുഖമാക്കാനുള്ള നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. തുറമുഖത്ത് വലിയ തോതിലുള്ള എക്സിം പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങളുടെ വികസനത്തിനായുള്ള ഒരു ചട്ടക്കൂട് അന്തിമമാക്കാൻ ഡിമാൻഡ് അസസ്മെൻറ്റ്, ബെഞ്ച് മാർക്കിംഗ് പഠനങ്ങൾ, സ്ഥലപരമായ നേട്ടങ്ങൾ എന്നിവ നടപ്പിലാക്കാൻ ഒരു കൺസൾട്ടൻസിയെ നിയമിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കുനീക്കം സുഗമമാക്കുന്നതിനുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. തുറമുഖത്തെ ചരക്കുനീക്കം സുഗമമാക്കുന്നതിനാണ് അപ്രോച്ച് റോഡ് നിർമ്മാണം നടത്തുന്നത്. 1.7 കിലോമീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. പുതുക്കിയ ഡിസൈൻ പ്രകാരം ജംഗ്ഷൻ നിർമ്മാണം നടപ്പിലാക്കുന്നതിൽ കാലതാമസമുണ്ടാകും. അതിനാൽ തുറമുഖത്ത് നിന്നും റോഡ് മുഖാന്തരമുള്ള ചരക്കുനീക്കം പ്രാവർത്തികമാക്കാനായി താൽക്കാലിക സംവിധാനങ്ങൾ ക്രമീകരിച്ചു വരികയാണ്. തുറമുഖ പദ്ധതി പ്രദേശത്ത് നിന്ന് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിലേക്കുള്ള കണക്ടിവിറ്റിയാണ് സർവീസ് റോഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡും സർവീസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന വിധത്തിലാണ് നിർമ്മിതി. ദേശീയപാതയോട് ചേരുന്ന ഭാഗത്താണ് ഗതാഗതം സുഗമമാക്കുന്നതിന് ക്ലോവർ ലീഫ് മാതൃകയിൽ നിർമ്മാണം നടക്കുന്നത്. തുറമുഖത്ത് നിന്നും ദേശീയപാതയിലേക്കും റിംഗ് റോഡിലേക്കും പലവഴി ഗതാഗതം സുഗമമാക്കുകയാണ് ഈ മോഡൽ. ക്ലോവർ ലീഫ് മോഡൽ നിർമ്മിതിക്ക് ദേശീയപാത അതോറിറ്റി നേരത്തെ തന്നെ പച്ചക്കൊടി കാട്ടിയിരുന്നു. റോഡ് പണി പൂർത്തിയായാൽ മാത്രമേ കണ്ടെയ്നറുകൾക്ക് തുറമുഖത്ത് നിന്ന് നേരിട്ട് ദേശീയപാതയിലേക്ക് എത്താനാവൂ. എന്നാൽ മാത്രമാണ് തുറമുഖത്ത് നിന്നുള്ള ആഭ്യന്തര കയറ്റിറക്കുമതി ആരംഭിക്കാനാവുകയുള്ളൂ. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി ആഭ്യന്തര കയറ്റിറക്കുമതിയുടെ ട്രയൽ റൺ തുടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമയം മുല്ലൂർ വഴി രാത്രികാലങ്ങളിൽ കണ്ടെയ്നർ നീക്കം സാധ്യമാകും. ഡിസംബറോടെ ആഭ്യന്തര കയറ്റിറക്കുമതി ഔദ്യോഗികമായി ആരംഭിക്കും. തുറമുഖത്ത് നിന്ന് 1.7 കിലോമീറ്ററാണ് ദേശീയപാതയിലേക്കുള്ള റോഡിൻ്റെ ദൂരം. മുല്ലൂർ പൂവാർ റോഡിൻ്റെ തുറമുഖ ഭാഗത്ത് നിന്ന് 2 മേൽപ്പാതകളിലൂടെയാണ് മുല്ലൂർ പൂവാർ റോഡിൻ്റെ തുറമുഖ ഭാഗത്ത് നിന്ന് 2 മേൽപ്പാലങ്ങളിലൂടെയാണ് റോഡ് ദേശീയപാതയിലേക്ക് വന്നു ചേരുന്നത്. ദേശീയപാതയിൽ ചേരുന്നിടത്ത് സർവീസ് റോഡുകളോട് ചേർന്ന് പുതിയ പാതകൾ നിർമ്മിക്കും. ഈ പാതകൾ വഴിയാണ് കണ്ടെയ്നറുകൾ ദേശീയപാതയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും. റോഡ് നിർമ്മാണത്തിനുള്ള സ്ഥലം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയാണ് ഏറ്റെടുത്ത് നൽകിയത്. അദാനി ഗ്രൂപ്പാണ് റോഡ് നിർമ്മിക്കുന്നത്. ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ തുരങ്ക റെയിൽപാത നിർമ്മിക്കുന്നുണ്ട്. കൺസഷൻ എഗ്രിമെൻ്റ് പ്രകാരം വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽപാത സ്ഥാപിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായുള്ള സപ്ലിമെൻ്ററി കൺസഷൻ പ്രകാരം റെയിൽപാത 2028 ഡിസംബറിൽ സ്ഥാപിക്കണം. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പാത നിർമ്മിക്കാനുള്ള ചുമതല. KRCL തയ്യാറാക്കിയ DPRന് 2002 തന്നെ റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ പാരിസ്ഥിതികാനുമതിയും ലഭിച്ചു. റെയിൽ പദ്ധതിയുടെ DPRന് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണാനുമതിയും ലഭിച്ചു.